AC Learning, powered by Elegant Central Education and Research Center. മോർണിംഗ് കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി ടുവാർഡ്സ് എ 100-fold ഈൽഡ് എന്ന പാഠഭാഗത്തിലെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സെലക്ഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, അതൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? ഒരു പ്ലാന്റിൽ നിന്നുള്ള സീഡ് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഫ്രൂട്ടിൽ നിന്ന് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ സീഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സീഡിൽ നിന്ന് മാത്രമാണോ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്, അല്ലാത്ത സന്ദർഭങ്ങളുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ആർ ന്യൂ പ്ലാന്റ്സ് ആർ ഫോം ഓൺലി ഫ്രം സീഡ്? യെസ് ഓർ നോ? അതായത് വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ ചെടികൾ ഉണ്ടാകുന്നത്? ആണോ? അല്ല. ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദി പ്ലാന്റ്സ് ഡു സാപ്ലിംഗ് ഫോം? അതായത് ഏതൊക്കെ പ്ലാന്റ്സിൻ്റെ പാർട്സിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത്? ഏതൊക്കെയാണ്? നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ചിത്രം നോക്കൂ നിങ്ങൾ. ഇത് ജിഞ്ചർ പ്ലാന്റിൻ്റെ, അതായത് ഈ ചെടിയുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ ജിഞ്ചർ പ്ലാന്റിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്? അതിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ ന്യൂ സാപ്ലിങ്, പുതിയ തൈച്ചെടി ഉണ്ടാവുന്നത്. അല്ലേ? നോക്കൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പ്ലാന്റ് നോക്കാം നമുക്ക്. ഇതാണ് ബ്രയോഫിലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ കണ്ടോ, ഏത് ഭാഗത്തു നിന്നാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത്? സെക്കൻഡ് ചിത്രം നോക്കൂ, ഒരു റെഡിലായിട്ട് ആരോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ? എവിടെ നിന്നാണ്? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഏതിൽ നിന്നാണ്. ലീഫിൽ നിന്നാണ് അല്ലേ? ന്യൂ സാപ്ലിങ്സ് ഫോം ചെയ്യുന്ന ഏതിൽ നിന്നാണ്? ബ്രയോഫിലത്തിൽ ലീഫിൽ നിന്നാണ്. നെക്സ്റ്റ് ചിത്രം നോക്കി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റാണ്. ഏതാണ്? കറി ലീഫ് പ്ലാന്റ്, അതായത് കറിവേപ്പില. അതിൻ്റെ പുതിയ ചെടി അല്ലെങ്കിൽ പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? അതിൻ്റെ റൂട്ടിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ റൂട്ട് നിന്നാണ് പുതിയ തൈച്ചെടി, ന്യൂ സാപ്ലിങ് ഉണ്ടാവുന്നത്. കറി ലീഫ് പ്ലാന്റിൻ്റെ എവിടെ നിന്നാണ്? റൂട്ടിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പെപ്പർ പ്ലാന്റ്. പെപ്പർ പ്ലാന്റിൻ്റെ ഏത് ഭാഗമാണ് കുഴിച്ചിട്ടാലാണ് നമുക്ക് പുതിയ തൈച്ചെടി കിട്ടുന്നത്? അതിൻ്റെ സ്റ്റെമ്മ് തന്നെയാണല്ലേ പെപ്പർ പ്ലാന്റിൻ്റെ, അതായത് കുരുമുളകിൻ്റെ ചെടി. അതിൻ്റെ വിത്തല്ല. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വിത്താന്ന് തോന്നും, പക്ഷേ പെപ്പറിൻ്റെ സ്റ്റെമ്മാണ്. സ്റ്റെമ്മെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാണ്ഡം, അതിൻ്റെ തണ്ട്. അത് കുഴിച്ചിടുമ്പോഴാണ് പുതിയ ന്യൂ സാപ്ലിങ്സ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജിഞ്ചർ പ്ലാന്റ് പഠിച്ചു. 4 ടൈപ്പ് പഠിച്ചു അല്ലേ? ഏതൊക്കെ? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത്, ലീഫിൽ നിന്ന് പുതിയതുണ്ടാവുന്നത്, റൂട്ടിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. ജിഞ്ചർ പ്ലാന്റ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്, ബയോഫിലത്തിൻ്റെ ഏതാണ്? ലീഫാണ്. കറി ലീഫ് പ്ലാന്റിൻ്റെ റൂട്ടാണ്. അതുപോലെ പെപ്പർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ്. മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അതായത് ഒരു ചെടി ഉണ്ടാകുന്നത് ഒരു പ്രോസസ്സിൽ കൂടിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ്? എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഒരു പ്ലാന്റ് ഫോം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്ലാന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള
പ്രോസസ്സ് ഏതൊക്കെയാണ്? 2 പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക പ്രത്യുൽപാദനവും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കായിക പ്രജനനവും. അപ്പോൾ 2 തരം ക്ലാസിഫിക്കേഷനാണ്. There are 2 processes for the formation of plants. First one is sexual reproduction and the second one is vegetative propagation. Note here, what are the classification on the formation of plants? എൻ്റെ ആൻസർ എന്താണ് വരുന്നത്? There are 2 processes for the formation of plants. First one sexual reproduction and second one vegetative propagation. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം? എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? അതിൻ്റെ എക്സാമ്പിളും നമുക്ക് നോക്കാം. ഒരു പ്ലാന്റിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായേ? അതായത് വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈയാണ്. സീഡ്ലിങ്സ് ഫ്രം സീഡ്സിൽ നിന്നും വിത്തിൽ നിന്നും എന്തുണ്ടാകുന്നത്? സീഡ്ലിങ്സ് ഉണ്ടാകുന്നത്. വിത്തിൽ നിന്നും പുതിയൊരു തൈച്ചെടി ഉണ്ടാകുന്ന ഇത് ഏത് വഴിയാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയാണ്. അതായത് വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഏതൊക്കെ എക്സാമ്പിളാണ് നമുക്കിതിൽ പറയാൻ പറ്റുന്നത്? വിത്തിൽ നിന്നും തൈച്ചെടി ഉണ്ടാകുന്ന ഇനി ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പാഡി, ഗ്രീൻ ചില്ലി, കോക്കനട്ട് ട്രീ, അമറാന്തസ്, പംകിൻ, ഓറഞ്ച്, ജാക്ക് ഫ്രൂട്ട് ട്രീ, പീ, ബിറ്റർ ഗാർഡ്, കാഷ്യൂ ട്രീ, ആഷ് ഗാർഡ്. അതായത് വിത്ത് മുളപ്പിച്ച് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് ഉദാഹരണങ്ങൾ വിത്തിൽ നിന്നുണ്ടാകുന്ന വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന ചെടികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഉദാഹരണങ്ങൾ പഠിച്ചത്? ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പാഡി, ഗ്രീൻ ചില്ലി, കോക്കനട്ട് ട്രീ, അമറാന്തസ്, പംകിൻ, ഓറഞ്ച്, ജാക്ക് ഫ്രൂട്ട് ട്രീ, പീ, ബിറ്റർ ഗാർഡ്, കാഷ്യൂ ട്രീ, ആഷ് ഗാർഡ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തേക്കുക. വാട്ട് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ഗീവ് സം എക്സാമ്പിൾസ്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും വരും. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എക്സാമ്പിൾ 2-3 ഒക്കെ എഴുതി വെച്ചേക്കാം. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പാഡി നമുക്ക് അറിഞ്ഞ് എഴുതാൽ മതി. നമ്മുടെ മനസ്സിലിടാം. വിത്ത് മുളപ്പിച്ചുണ്ടാകുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടും. മനസ്സിലായി? ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണെന്ന് പഠിക്കാൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അതുപോലെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സിൻ്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണിത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം എന്ന് പറയും. എന്താണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു സീഡിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്തായിരിക്കും? വളരെ സിമ്പിളാണ്. എന്താണ്? ദ ഫോർമേഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ലൈക്ക് റൂട്ട്, stem, leaf and underground stem is called vegetative propagation. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? മനസ്സിലായില്ലേ? സിമ്പിളാണ് അല്ലേ? എന്താണ്? ഒരു സസ്യത്തിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സായ ഏതൊക്കെയാണ്? കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് എന്ത്? കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം. ദ ഫോർമേഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ലൈക്ക് ഏതൊക്കെയാണ്? റൂട്ട്,
stem, leaf and underground stem is called vegetative propagation. This is a kind of asexual reproduction. അലൈംഗിക പ്രത്യുൽപാദനമാണിത്. ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല, ഇതെന്താണ്? അസെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. അതായത് അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എന്ത്? സീഡിൽ നിന്നും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സീഡിൽ നിന്നും മാത്രമാണ് ചെടികൾ ഉണ്ടാവുന്നത്? അല്ല. അതിന് നമ്മൾ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ കണ്ടില്ലേ? ജിഞ്ചർ പ്ലാന്റ്, ബ്രയോഫിലം, കറി ലീഫ് പ്ലാന്റ്, പെപ്പർ പ്ലാന്റ്, അതൊക്കെ ഇതിന് ഉദാഹരണമാണ് അല്ലേ? അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നല്ലേ എന്തുണ്ടാവുന്നത്? പുതിയ ന്യൂ സാപ്ലിങ്സ് അല്ലെങ്കിൽ പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നത് അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടിലേക്ക്. ഏത്? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്. അതിൽ നിന്നുണ്ടാവുന്ന പുതിയ തൈച്ചെടികൾ, ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിന് എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ഏതൊക്കെയാണ് സ്റ്റെം ഒഴിച്ചിട്ടുണ്ടാവുന്നത്, ഏതാണ്, അല്ലെങ്കിൽ റൂട്ട്, അല്ലെങ്കിൽ ലീഫ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്. ഏതൊക്കെയാണ്? റോസ്, ഹിബിസ്കസ്, ടാപ്പിയോക്ക, കറി ലീഫ്, ഡ്രം സ്റ്റിക്ക്, സ്വീറ്റ് പൊട്ടാറ്റോ, പർപ്പിൾ യാം, ബ്രയോഫിലം, നീലപ്പന, ജിഞ്ചർ, ബ്രെഡ് ഫ്രൂട്ട് ട്രീ, ടർമറിക്, നീം എക്സെട്ര. അതുപോലെ ഇതുപോലത്തെ ചെടികളാണ്, ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു, സെക്ഷുവൽ റീപ്രൊഡക്ഷനും പഠിച്ചു, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും പഠിച്ചു. മനസ്സിലായില്ലേ? സീഡിൽ നിന്നും പുതിയ തടിച്ചെടികൾ ഉണ്ടാകുന്നതിന്, സീഡിൽ നിന്ന് ന്യൂ സാപ്ലിങ്സ് ഉണ്ടാകുന്നതിന് എന്ത് പറയുന്നു? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന്, റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ന്യൂ സാപ്ലിങ്സ് ഫോം ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കല്ല, ഇതിൽ തന്നെ, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലും അതുപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലും വരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണ്. ജസ്റ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ വരുന്നത് ഏതാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വരുന്ന ഏതാണെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി. അതിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ടേബിൾ ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ഒന്ന് നോക്കുക. എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ തന്നെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നൊക്കെ വരുന്നതുണ്ട്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ടേബിൾ ആക്കിയിട്ടുള്ളതാണ്. അതൊന്ന് നിങ്ങൾ നോട്ടിൽ വരച്ചെടുത്തിട്ട് പഠിച്ചു വെച്ചോളൂ. എന്തെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ വൺ വേർഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാനും എഴുതാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഒന്ന് നോക്കി പഠിച്ചോളൂ. എന്താണ്? റൂട്ടിൽ നിന്ന് എന്നിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒരു വെജിറ്റേറ്റീവ് പാർട്ടാണ് റൂട്ട്. റൂട്ടിൽ നിന്നും ഉണ്ടാകുന്ന ഏതൊക്കെയാണ്? ബ്രെഡ് ഫ്രൂട്ട്, നീം, കറി ലീഫ് പ്ലാന്റ്. അതുപോലെ സ്റ്റെമ്മിൽ നിന്ന് എന്താണ്? റോസ്, ഹിബിസ്കസ്, ഷുഗർ കെയിൻ. ലീഫിൽ നിന്ന് ഏതാണ്? ബ്രയോഫിലം, നീലപ്പന, ബെഗോണിയ. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് കൊളോക്കേഷ്യ, ജിഞ്ചർ, പ്ലാന്റെയിൻ. അതുപോലെ തന്നെ ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ. അതുപോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ എന്താണ്? സീഡിൽ നിന്നുണ്ടാകുന്നത് അല്ലേ? അതേതാണ്? പീ, പാഡി, മാംഗോ ട്രീ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കോ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് പോകാം. ഇപ്പം നമ്മൾ പഠിച്ചു എന്ത്? സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന കുറച്ച് പ്ലാന്റ്സ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ നിന്നും വഴി ഉണ്ടാകുന്ന കുറച്ച് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചു ഇല്ലേ? ഇനി ദ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നിന്നും ഉണ്ടാവും, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ നിന്നും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? അത് നമുക്ക് നോക്കാം. അതായത് രണ്ടും അതായത് വിത്തിൽ നിന്നും ഉണ്ടാവും, അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നും അത് ഒരു പ്ലാന്റ് ഫോം ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സിന് എക്സാമ്പിൾസാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? മുരിങ്ങയുണ്ട്, ശീമക്കൊന്ന, കറി ലീഫ്, ക്രൈസാന്തമം, ലാൻറ്റന, മുരിക്ക്, നാലുമണിപ്പൂവ്, കനകാംബരം,
ചൈന റോസ്. ഇങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സിൽ നിന്നാണ് രണ്ടും നടക്കും. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കും, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും നടക്കും. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വാട്ട് ഈസ് ദ മെത്തേഡ്സ് ടു പ്രൊഡ്യൂസ് പ്ലാന്റ് ഹാവിങ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദി പാരൻറ്റ് വൺ. അതായത് ഏത് മെത്തേഡാണ്, അതായത് ഒരു പ്ലാന്റിൽ നിന്ന് ഒരു പാരൻറ്റ് പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും കൂടി അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഏത് മെത്തേഡിൽ കൂടിയാണ് ഒരു പാരൻറ്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു ന്യൂ പ്ലാന്റ് ഉണ്ടാക്കുന്നത്, അത് ഏത് മെത്തേഡിൽ കൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അതിനെ പറയുന്നതാണ് ലെയറിങ് എന്ന് പറയുന്നത്. എന്താണ് ലെയറിങ് അഥവാ പതിവയ്ക്കൽ എന്ന് പറയുന്നു. അതായത് പാരൻറ്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും ആ ന്യൂ പ്ലാന്റിനുണ്ടാവും. അതിൽ നിന്നുണ്ടാവുന്ന പ്ലാന്റിന് ഈ പാരൻറ്റിൻ്റെ എല്ലാ പ്ലാന്റും അതിൻ്റെ പാരൻറ്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇതിൽ നിന്നും വരുന്ന പ്ലാന്റിനുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ലെയറിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേജസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ലെയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ നോക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. Make a cut of 2 to 3 cm length in a circular shape on the bark in between 2 nodes of this stem. എന്താ ഇതിൽ പറയുന്നത്, എങ്ങനെയാണ് ലെയറിങ് ചെയ്യുക എന്നുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ അതിൽ പറയണേ, മാതൃസസ്യത്തിൽ നിന്ന്, അതായത് പാരൻറ്റ് പ്ലാന്റിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് ഏറ്റവും നല്ലത് ഏതിൽ നിന്നാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട തടിയിൽ നിന്ന്, അതിൻ്റെ നല്ല സ്റ്റെമ്മിൽ നിന്നാണ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. അതായത് ഇതിൻ്റെ ബാർക്കിൽ നിന്ന് വളയാകൃതിയിൽ 2 to 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ സർക്കുലർ ഷേപ്പിൽ അതിൻ്റെ തൊലി ചെത്തി മാറ്റാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, മാതൃസസ്യത്തിൽ നിന്ന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വണ്ണമുള്ളൊരു കമ്പ് തിരഞ്ഞെടുക്കുക. അത് ഏറ്റവും നല്ല തടിയിൽ നിന്നാവണം, ഏറ്റവും നല്ല ഒരു സ്റ്റെമ്മായിരിക്കണം. അതായത് അതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് തന്നെ വേണം അതിൻ്റെ കമ്പ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കമ്പിൽ എന്ത് ചെയ്യണം, 2 നോട്ട്സിൻ്റെ ഇടയിലുള്ള തൊലി അത് 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റിയെടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജാണ് അപ്ലൈ എ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോ പീറ്റ്, സോയിൽ ആൻഡ് കൗ ഡങ് പൗഡർ ടു ദിസ് ഏരിയ. റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. വാട്ടർ ദ ഏരിയ ഇഫ് റിക്വയേർഡ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഈ മുറിച്ച് മാറ്റിയ ഭാഗമുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യണമെന്നാണ് പറയണത്, ഈ കൊക്കോ പീറ്റ്, ചകിരിച്ചോറ്, സോയിൽ, മണ്ണ്, അതുപോലെ ചാണകപ്പൊടി, കൗഡങ് എന്നിവ ചേർത്ത മിശ്രിതം ചെറിയൊരു നനവോടെ ആ ഭാഗത്ത് വെച്ച ശേഷം എന്തും കൊണ്ട് കവർ ചെയ്യാനാണ് പറഞ്ഞത്, പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞ് കെട്ടുക. പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞ് കെട്ടുക എന്നാണ് പറയുന്നത്. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, നനയ്ക്കണം. ഓക്കെ, ആവശ്യമെങ്കിൽ നനയ്ക്കണം. അപ്ലൈ എ സ്ലൈറ്റ്ലി
wet mixture of cocoa peat, soil, cow dung powder to this area. Wrap this area with a എന്തുകൊണ്ടാണ് റാപ്പ് ചെയ്യേണ്ടത്? പോളിത്തീൻ ബാഗ് ആൻഡ് വാട്ടർ ദ ഏരിയ ഇഫ് റിക്വയർഡ്. ആവശ്യമെങ്കിൽ മാത്രം ആ ഭാഗം നനച്ചു കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റേജാണ് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിങ് വിത്തിൻ 2 months. അതായത് ഒരു 2 മാസത്തിനകം ഈ ലെയർ ചെയ്ത ഭാഗത്ത് കുറേ വേരുകൾ വന്നിട്ടുണ്ടാവും. ലെയർ ചെയ്ത ഭാഗത്ത് എന്താ വന്നിട്ടുണ്ടാവും? കുറേ റൂട്ട്സ് വന്നിട്ടുണ്ടാവും. കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ് ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട് ഓർ ഗ്രോ ബാഗ്. അതായത് വേര് മുളച്ച കമ്പ് പതിവെച്ചതിന്, അതായത് ലെയറിങ് ചെയ്തതിൻ്റെ തൊട്ട് താഴെ വെച്ച് മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. ഓക്കെ. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദ സോയിൽ. അതായത് അത് വളർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എവിടേക്ക് മാറ്റി നടാം? മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പം 3 സ്റ്റേജും നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? സ്റ്റേജ് 1 എന്താ പറയണേ? പാരൻ്റ് പ്ലാന്റിൽ നിന്ന് ഒരു അത്യാവശ്യം വണ്ണമുള്ള ഒരു നല്ല കമ്പ് തിരഞ്ഞെടുക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട തടിയിൽ നിന്നാവണം, മെയിൻ സ്റ്റെമ്മിൽ നിന്ന് വേണം നമ്മളൊരു കമ്പ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കമ്പിൻ്റെ ഒരു ഏകദേശം സെൻറ്ററിലൊക്കെ ആയിട്ട് 2 ഭാഗങ്ങൾക്കിടയിൽ 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ അതിൻ്റെ തൊലി ചെത്തി മാറ്റുക. എന്നിട്ട് ആ ഭാഗത്ത് എന്തിൻ്റെ മിക്സറാണ് ചേർക്കേണ്ടത്? കൊക്കോ പീറ്റ്, സോയിൽ ആൻഡ് കൗഡങ് ചേർത്ത മിശ്രിതം. എന്തുകൊണ്ട് ആ മിക്സർ ചെറിയൊരു നനവോടെ ആ ഭാഗത്ത് വെച്ചിട്ട് എന്തുകൊണ്ട് പൊതിഞ്ഞ് കെട്ടുക? നമ്മൾ പോളിത്തീൻ ബാഗും കൊണ്ടൊന്ന് കവർ ചെയ്ത് കെട്ടുക. ഓക്കെ. എന്നിട്ട് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ നനച്ച് കൊടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ആ ഭാഗത്ത് കുറേ വേരുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലെയറിങ് ചെയ്ത ഭാഗത്തിൻ്റെ തൊട്ടടിയിൽ വെച്ചിട്ട് അത് മുറിച്ചെടുത്തിട്ട് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ നമുക്ക് നടാം. അതൊന്ന് കുറച്ചും കൂടി വളർന്ന് കഴിയുമ്പോൾ നമുക്കതിൽ മണ്ണിലേക്ക് മാറ്റി നടാം. ഇതാണ് ലെയറിങ്, അതായത് പതിവയ്ക്കലിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പം മക്കളെ, എന്താണ് ലെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഡെഫിനിഷൻ വേണ്ടേ? എന്താ ലെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെസ് by cutting the stem of a mother plant after generating roots from it. അതായത് എന്താ പറയുന്നത്? മാതൃസസ്യത്തിൻ്റെ, അതായത് പാരൻ്റ് പ്ലാന്റിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്. അതായത് പാരൻ്റ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് വേര് മുളപ്പിച്ച ശേഷം, റൂട്ട്സൊക്കെ ഉണ്ടായ ശേഷം ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് ലെയറിങ് അഥവാ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെർപ്പൻറ്റൈൻ ലെയറിങ് എന്ന് പറയുന്നത്. എന്താണ് സെർപ്പൻറ്റൈൻ ലെയറിങ് എന്ന് പറഞ്ഞാൽ? സെർപ്പൻറ്റൈൻ ലെയറിൻ്റെ മലയാളം എന്ന് പറയുന്നത് നാഗപതിവയ്ക്കൽ എന്നാണ്. എന്താണ് മക്കളെ? നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. എന്താണ് സെർപ്പൻറ്റൈൻ ലെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ, layering can be done by bending the long branches into the soil and covering the branches with the soil at intervals. In this way, multiple saplings can be produced simultaneously from a single branch. അതായത് പെപ്പർ പോലത്തെ ചെടികളിൽ, പെപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കുരുമുളക് പോലത്തെ ചെടികളിൽ ലെയറിങ് ഇങ്ങനെ നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുരുമുളക് പോലുള്ള ചെടികളിൽ നീളമുള്ള ശാഖകൾ ഉണ്ടാവില്ലേ, ആ നീളമുള്ള ശാഖകൾ മണ്ണിലടിയിലേക്ക് വളച്ചു വെച്ചിട്ട് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണ് മൂടിയൊക്കെ നമുക്ക് ലെയറിങ് ചെയ്യാം. അങ്ങനെ ഒരേ സമയം നമുക്ക് ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും.
അങ്ങനെയുള്ളൊരു ലെയറിംഗ് ആണ് എന്ത് സെർപ്പൻറ്റൈൻ ലെയറിംഗ് അഥവാ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. എന്താണ് സെർപ്പൻറ്റൈൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ layering can be done by bending the long branches into the soil and covering the branches with the soil at intervals. In this way, multiple saplings can be produced simultaneously from a single branch. അതായത് എന്താ പറയുന്നത് ഇവിടെ, കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിലടിയിലേക്ക് വളച്ചു വെച്ചിട്ട് പല ഭാഗങ്ങളിൽ മണ്ണിട്ട് മൂടും. അങ്ങനെ മൂടുമ്പോൾ അവിടെ എന്താണ്, മൂടിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ്, ആ ഭാഗത്ത് അവിടെ ഒന്നിലധികം തൈകൾ ഒരേ സമയം നമുക്ക് ആ ഒറ്റ ശാഖയിൽ നിന്ന് ലഭിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് എന്ത് സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്, അഥവാ നാഗപതിവയ്ക്കൽ എന്ന് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയറിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? എയർ ലെയറിംഗ് ഉണ്ട്, അതുപോലെ സെർപ്പൻറ്റൈൻ ലെയറിംഗ് ഉണ്ട്. അപ്പോൾ സെർപ്പൻറ്റൈൻ ലെയറിംഗ് നമ്മൾ പഠിച്ചു എന്ത്, അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില, ഇതൊക്കെ സെർപ്പൻറ്റൈൻ ലെയറിങ്ങിന് ഉദാഹരണങ്ങളാണ്. സെർപ്പൻറ്റൈൻ ലെയറിങ്ങിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബോഗൺവില്ല, ജാസ്മിൻ, ബെറ്റൽ, പെപ്പർ, ഗ്രേപ്സ്, ക്രിസാന്തമം. ഇതൊക്കെ എന്തിനാണ് ഉദാഹരണങ്ങളാണ്? സെർപ്പൻറ്റൈൻ ലെയറിങ്ങിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ വായുവിൽ പതിവയ്ക്കുന്ന ഒരു മെത്തേഡും കൂടിയുണ്ട്, അതാണ് എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ? ഗുവാവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ ആപ്പിൾ, ഫിഗ്, ആൽമണ്ട്. അതൊക്കെയാണ് എയർ ലെയറിങ്ങിന് ഉദാഹരണങ്ങൾ. എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചില്ലേ, ലെയറിംഗ് എന്താണ്? ആദ്യം ഒരു തണ്ടിൽ നിന്ന് കുറച്ച് ഭാഗം, ഏറ്റവും മെയിൻ സ്റ്റെമ്മിൽ നിന്ന് കുറച്ച് ഭാഗം ചെത്തിയെടുത്തിട്ട് ആ ഭാഗത്ത് കുറച്ച് ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് വേരുണ്ടാക്കണം. അതാണ് എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പെപ്പർ പോലത്തുള്ള പ്ലാന്റ്സിൻ്റെ എന്താ പറയുക, ബ്രാഞ്ച് ബെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് സോയിലേക്ക് വെച്ചിട്ട് അതിൽ നിന്ന് ന്യൂ സാപ്ലിങ്സ് ഇൻ്റർവെല്ലായിട്ട് ഓരോ ഇടവിട്ടിട്ട് നമ്മൾ സോയിലൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ഉണ്ടാകുന്ന രീതിയാണ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലെയറിംഗ്. ലെയറിംഗ് വഴി ഉണ്ടാകുന്ന ചെടികളുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതായത് ലെയറിങ് വെച്ചുണ്ടാകുന്ന ചെടികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. പോസസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്, അതായത് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ഉണ്ടാകുന്ന സസ്യത്തിനും ഉണ്ടാവും. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, അതായത് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതാണ് ലെയറിങ്ങിൻ്റെ 2 അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? മദർ പ്ലാന്റിൻ്റെ ഫുൾ ക്വാളിറ്റീസ് അത് കാണിക്കും. അതുപോലെ തന്നെ വേഗത്തിൽ ഏർലി ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടായിരിക്കും, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് ഡിസഡ്വാൻറ്റേജസ്. ഈ ലെയറിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. അതായത് ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും അതിൻ്റെ ലൈഫ് സ്പാനൊക്കെ വളരെ കുറവായിരിക്കും. അധികം നാളൊന്നും ചെടി നിൽക്കില്ല എന്ന്. അതുപോലെ ചെടി വളരെ ചെറുതായിരിക്കും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, അതായത് തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല എന്ന്. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, അതായത് ആഴത്തിലിറങ്ങിയിട്ടുള്ള റൂട്ടൊന്നും ഉണ്ടാവില്ല എന്ന്. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് വന്നാണ് റിക്വയർ മോർ കെയർ, അതായത് വളരെ കൂടുതലായിട്ടുള്ള കെയർ ആവശ്യമാണ്. നമ്മൾ അതവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോവത്തേ ഉള്ളൂ. അല്ലെങ്കിൽ വെച്ചാൽ ലൈഫ് സ്പാനൊക്കെ വളരെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോർ കെയർ എടുത്ത് നല്ല പരിചരണം കൊടുത്തിട്ട്
വളർത്തേണ്ടതാണ് എന്ത് ലെയറിങ് ചെയ്തിട്ടുള്ള ചെടികൾ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇതുപോലെ കള്ളിയാക്കി തിരിച്ച് എഴുതി പഠിക്കുക. വളരെ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് കാര്യങ്ങൾ. എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്ന്, നമ്മൾ സീഡ്സിൽ നിന്ന് മാത്രമല്ല ചെടികൾ ഉണ്ടാവണമെന്ന് പഠിച്ചു. ഇതിൽ നിന്നാണ് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അതുപോലെ തന്നെ എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നൊക്കെ പുതിയ തൈച്ചെടികൾ ഉണ്ടാവും നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് വരുന്ന 2 ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഏതൊക്കെയാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിച്ചു, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പഠിച്ചു, അതിൻ്റെ എക്സാമ്പിളുകൾ പഠിച്ചു. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന വെച്ചാൽ രണ്ടും ഒരു ചെടി അതുപോലത്തെ ചെടികൾ നടക്കും. അങ്ങനത്തെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ലെയറിങ് പഠിച്ചു. ലെയറിങ് എന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും കൂടിയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡാണ് എന്ത് ലെയറിങ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേജസ് നമ്മൾ പഠിച്ചു. ലെയറിങ് തന്നെ 2 തരം നമ്മൾ പഠിച്ചു. ഇത് എയർ ലെയറിങ് ഉണ്ട്, അതുപോലെ തന്നെ സെർപ്പൻറ്റൈൻ ലെയറിങ്ങും പഠിച്ചു. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ലെയറിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.